ഗുഡ് മോർണിംഗ് ഓൾ. പീറ്റേഴ്സ് അക്കാഡമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഹിന്ദി ബേസിക്സിൻ്റെ 11th പാർട്ടിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ക്രിയകളെ കുറിച്ചാണ്. ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമായിരിക്കും. ക്രിയകൾ, കർത്താവ്, ക്രിയ എന്നൊക്കെ നമ്മൾ പറഞ്ഞു പോയിരുന്നു. അപ്പോൾ ഇതിനകത്തെ ക്രിയകളാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. സോ നമുക്ക് കടക്കാം. ക്രിയകൾ പലതരത്തിലുണ്ട്. നമുക്ക് ടെൻസ്, നമ്മൾ പ്രസൻറ്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ് ഒക്കെ പറഞ്ഞിരുന്നല്ലോ. അതുപോലെ തന്നെ ക്രിയകളെയും നമുക്ക് ഈ പ്രസൻറ്റ് ടെൻസ് അതായത് ഇപ്പം നടക്കുന്ന കാര്യങ്ങൾ, അതിന് നമുക്ക് ഹിന്ദിയിൽ നമ്മൾ വിളിക്കുന്നത് വർത്തമാൻ കാൽ എന്നാണ്. അപ്പോൾ വർത്തമാൻ കാലിലും ഭൂതകാലിലും എങ്ങനെയാണ് ഈ ക്രിയകളിൽ വ്യത്യാസം വരുന്നത്? അത് ക്രിയകൾ എന്ന് പറയുന്നത് നടക്കുക, ഓടുക, കളിക്കുക, ഇരിക്കുക, എഴുന്നേൽക്കുക, ആ ഒരു വാക്കുകളിൽ എന്തൊക്കെ വ്യത്യാസങ്ങളാണ് ഈ പ്രസൻറ്റ് ടെൻസ് എന്നുള്ളതും പാസ്റ്റ് ടെൻസ് എന്നുള്ളതിലും സംഭവിക്കാൻ നോക്കാം. സോ ആദ്യം നടക്കുക എന്നതിലേക്ക് പോവുകയാണെങ്കിൽ, നടക്കുക എന്നതിന് ഹിന്ദിയിൽ നമ്മൾ പറയുക ചൽ എന്നാണ് പറയുക. അതേസമയം പാസ്റ്റ് ടെൻസിലേക്ക് ആകുമ്പോഴേക്കും അതെന്തായി? ചല എന്നായി. അതായത് നടക്കുക എന്നാണ് മീനിങ് വരുന്നത്. ചല എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ടെൻസ് ആണ്, അതായത് നടന്നു. ഓക്കെ ആണല്ലോ. അടുത്തത് ഗേൽ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? കളിക്കുക എന്നാണ്. പക്ഷെ അത് പാസ്റ്റ് ടെൻസിലാവുമ്പോഴേക്ക് എന്താവും? ഗേൽ എന്നത് തന്നെ അതിൻ്റെ കൂടെ ഒരു ആ എന്ന ഒരു ചിഹ്നവും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്തായി? കളിച്ചു എന്നായി. ഓക്കെ ആണല്ലോ. അപ്പോൾ എല്ലാത്തിൻ്റെയും കൂടെ ആ എന്നൊരു ചിഹ്നം ആഡ് ചെയ്യുമ്പോൾ എന്തായി? പാസ്റ്റ് ടെൻസ് ആയി എന്ന് നമുക്ക് മനസ്സിലാക്കാം. സിമിലർലി ഇരിക്കുക എന്നതിനർത്ഥം വരുന്ന ബൈറ്റിന് പാസ്റ്റ് ടെൻസിലേക്ക് ആക്കുമ്പോൾ ബൈട്ട എന്നായി. ബൈറ്റിൻ്റെ അർത്ഥം എന്താ? ഞാൻ ഇപ്പോൾ പറഞ്ഞു, ഇരിക്കുക. അപ്പോൾ പാസ്റ്റ് ടെൻസിലേക്ക് ആകുമ്പോഴേക്കും അതെന്തായി? ഇരുന്നു എന്നായി. ഇരുന്നു എന്നായി. ഇനി സിമിലർലി ഉഡ് എന്ന് പറഞ്ഞ എന്താ? എഴുന്നേൽക്കുക. ഉഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഉഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുന്നേൽക്കുക. ഇതെന്തായി? എഴുന്നേറ്റു എന്നായി. അപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എന്ന് കരുതുന്നു. ഇനി പഠ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? പഠിക്കുക എന്നാണ്. പക്ഷെ പഠ എന്ന് പറഞ്ഞാൽ പഠിച്ചു എന്നായി. പഠിക്കുക, പഠിച്ചു. അപ്പോൾ ആ എന്നൊരു ചിഹ്നത്തിലാണ് ഇതെല്ലാം വ്യത്യാസപ്പെടുന്നത്. ഒരെണ്ണം കൂടെ ഇതേ മോഡലിൽ നമുക്ക് നോക്കാം. ലിഖ്. അതെന്തായി? ലിഖ എന്ന ഒരു ആ എന്ന ചിഹ്നം കൊടുക്കുമ്പോൾ നമുക്ക് എന്തായി? എഴുതുക എന്നത് എഴുതി എന്നായി. എഴുതുക എന്നത് എഴുതി എന്നായി. ഇതിനകത്ത് കോമൺ ആയിട്ട് ഇതൊരു സെറ്റ് ഓഫ് ഫോംസാണ്. ആ എന്ന ചിഹ്നം ആഡ് ചെയ്യുമ്പോൾ പാസ്റ്റ് ടെൻസ് ആകുന്നുവെങ്കിൽ അത് ഫസ്റ്റ് സെറ്റിൽ വന്നു എന്ന് കരുതാം. ഇനി അടുത്ത് നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നതിന് കർ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താ? ചെയ്യുക എന്നാണ്. ഇനി നമുക്ക് എന്താക്കി മാറ്റണം? ചെയ്തു എന്നാക്കി മാറ്റണം. അതിനെന്താ നമ്മൾ ഹിന്ദിയിൽ പറയുക? കിയ എന്നാണ്. ഓക്കെ ആണല്ലോ. കിയ എന്നാണ്. ആ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? വരിക എന്നാണ്. ഇനി വന്നു എന്നാക്കണമെങ്കിലോ യാ ആഡ് ചെയ്താൽ മതി. അപ്പം എന്തായി? ആയ, അതായത് വന്നു എന്നായി. പാസ്റ്റ് ടെൻസ് ആയി. ഇനി സിമിലർലി ഘ എന്ന വാക്കിനെ നമ്മൾ ഘായ എന്നാക്കി. ഇതെന്താ? ഇതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? ഘ എന്ന് പറഞ്ഞാൽ തിന്നുക എന്നാണ് മീനിങ്. തിന്നു എന്നായാൽ എന്തായി? പാസ്റ്റ് ടെൻസ് ആയി. അടുത്തത് ഘ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? കൊണ്ടുവരിക എന്നാണ്. ഘായ എന്നാക്കിയാലോ? കൊണ്ടുവന്നു, എന്തോ സംതിങ് കൊണ്ടുവന്നു. പിടികിട്ടിയല്ലോ. ഓക്കെ ആണല്ലോ. അടുത്തത് ഖേ എന്നതിനെ നമുക്ക് ഖയ എന്നാക്കാം. അപ്പോൾ ഖേ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? തുഴയുക എന്നാണ്. ഇതൊന്നും അത്ര കോമൺലി ഉപയോഗിക്കുന്നതല്ല, എന്നാൽ എക്സാമ്പിളിന് വേണ്ടി പറഞ്ഞു തരിക കേട്ടോ.
തുഴഞ്ഞു എന്നായി. ഇനി കുറച്ചധികം നമുക്ക് നോക്കാം. ഒരു മിനിറ്റ്, നമുക്ക് പ്രീവിയസ് എഴുതി ഒന്നും കൂടെ നോക്കാം. ചൽ എന്ന് പറഞ്ഞ് നടക്കുക എന്നാണ് പാസ്റ്റ് ടെൻസ് ആക്കിയപ്പോൾ ചല എന്നായി. ഗേൽ എന്ന് പറഞ്ഞ് കളിക്കുക എന്നാണ് പാസ്റ്റ് ടെൻസ് ആക്കിയപ്പോൾ ഗേല എന്നായി. ബൈറ്റ് എന്ന് പറഞ്ഞ് ഇരിക്കുക പാസ്റ്റ് ടെൻസ് ആക്കിയപ്പോൾ ബൈറ്റ എന്നായി. ഉഡ് എഴുന്നേൽക്കുകയാണ് പാസ്റ്റ് ടെൻസ് ആക്കിയപ്പോൾ ഉഡ എന്നായി. പട് പഠിക്കുകയാണ് പാസ്റ്റ് ടെൻസ് ആക്കിയപ്പോൾ പട എന്നായി. ഇത് പൂസ്റ്റോ പല്ലാട്ടോ, പട. ലിഖ് എന്ന് പറഞ്ഞ് എഴുതുക എന്നാണ് പാസ്റ്റ് ടെൻസ് ആക്കിയപ്പോൾ ലിഖ എന്നായി. ഇത് ആദ്യത്തെ ഒരു സെറ്റാണ്. നമ്മൾ അടുത്തൊരു സെറ്റിലേക്ക് നമ്മൾ കടക്കുകയാണ്. ആ സെറ്റിൽ എന്താ? കർ എന്ന് പറയുമ്പോൾ ചെയ്യുക, കിയ എന്ന് പറഞ്ഞാൽ ചെയ്തു. ആ എന്ന് പറഞ്ഞാൽ വരിക, ആയ എന്ന് പറഞ്ഞാൽ വന്നു. ഗ എന്ന് പറഞ്ഞാൽ തിന്നുക, ഖയ എന്ന് പറഞ്ഞാൽ ഗായ എന്ന് പറഞ്ഞാൽ തിന്നു. ല എന്ന് പറഞ്ഞാൽ കൊണ്ടുവരിക, ലായ എന്ന് പറഞ്ഞാൽ കൊണ്ടുവന്നു. ഘ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുഴിയ, ഘ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുഴഞ്ഞു. അടുത്തത് നമ്മൾ കോമൺലി എല്ലായിടത്തും നമ്മൾ യൂസ് ചെയ്യുന്ന ജ, പാസ്റ്റ് ടെൻസ് അതിൻ്റെ ഗായ എന്നാണ്. ഗയൊക്കെ എപ്പോഴും ഉപയോഗിക്കുന്നതാണ്. ജ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പോവുക എന്നാണ്. ഗയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? പോയി എന്നാണ് മീനിങ് വരുന്നത്. ഇത് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കി വെക്കണം. കാരണം എപ്പോഴും കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വേർഡാണത്. അടുത്തത് ഇത് കുറെ കൂടി ഈസി ആയിരിക്കും. പി, പിയ എന്ന് പറയാം. പി എന്ന് പറഞ്ഞാൽ എന്താ? കുടിക്കുക എന്നാണ്. അടുത്തതോ പിയ എന്ന് പറഞ്ഞാൽ കുടിച്ചു എന്നാണ്. ഇനി ലേ ഉണ്ട്, ഇതുപോലെ തന്നെ ലിയ എന്ന വാക്കും ഉണ്ട്. ലേ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? എടുക്കുക എന്നാണ്. ലിയ എന്ന് പറഞ്ഞാൽ എടുത്തു എന്നാണ്. ഓക്കെ ആണല്ലോ. ഇനി സിമിലർലി ധേ, ദേ, ധിയ എന്ന രണ്ടർത്ഥമുണ്ട്. ദേ എന്ന് പറഞ്ഞാൽ തരുക എന്നാണ്. തരുക അല്ലെങ്കിൽ വേറെയുണ്ട് കൊടുക്കുക എന്നും സിമിലർ ആട്ടോ. ദോ അതിൻ്റെ പാസ്റ്റ് ടെൻസിലേക്ക് വരുമ്പോൾ എന്താണ്? തന്നു, കൊടുത്തു എന്നുള്ള ഒരു മീനിങ് ആണ് ദിയയ്ക്ക് വരിക. ഓക്കെ ആണല്ലോ. ഇത് നിങ്ങളൊന്ന് നന്നായി നോക്കണേ. ഹോ, ഹോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് രണ്ട് മീനിങ് ഉണ്ട്. നമുക്ക് രണ്ടായിട്ട് തന്നെ പഠിക്കണം. ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഈ ഹോയ്ക്ക്. ഹോ ആയിരിക്കുക എന്നൊരു മീനിങ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ആയിരുന്നു എന്നുണ്ട്. ഉണ്ടായി, ഉണ്ടായിരുന്നു എന്നൊരു മീനിങ് ഉണ്ട് ഹോയ്ക്ക്. അതിൻ്റെ പാസ്റ്റ് ടെൻസ് എന്താണ്? ധ എന്നാണ് പാസ്റ്റ് ടെൻസ്. ഇനി അടുത്തൊരു ഹോ ഉണ്ട്, ഉണ്ടാവുക എന്ന മീനിങ്. അതിൻ്റെ പാസ്റ്റ് ടെൻസ് എന്താ വരിക? ഹുവ എന്നത്. ഇത് നിങ്ങൾക്ക് എപ്പോഴും തെറ്റിപ്പോകുന്നതാണ്. ഇത് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. ഉണ്ടായി. ഇവിടെ എന്താ പറയുന്നത്? ധ എന്നതിൻ്റെ അർത്ഥം എന്താ? ആയിരുന്നു. ഓക്കെ ആണല്ലോ. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവാൻ അതൊന്ന് മാറ്റി തരാവേ. ഇപ്പൊ ഓക്കെ ആണല്ലോ അല്ലേ? ഇപ്പൊ എന്താ? ഹോയ്ക്ക് രണ്ട് മീനിങ് ഉണ്ട്. ആയിരിക്കുക എന്നും ഉണ്ടാവുക എന്നും രണ്ടെണ്ണം ഉണ്ട്. ആയിരിക്കുക എന്നതിന് ആയിരുന്നു, ധ. അടുത്തത് ഉണ്ടാവുക എന്നുള്ളതിന് ഉണ്ടായി എന്നും. ഇങ്ങനെ രണ്ട് രീതിയിൽ ഹോയുണ്ട്. പക്ഷെ അതിന്റെ പാസ്റ്റ് ടെൻസിന് രണ്ട് ഡിഫറെന്റാ. ഒന്ന് ദായും ഒന്ന് ഹുവയാണ്. അത് നിങ്ങൾ കൃത്യമായിട്ടൊന്ന് പഠിക്കണം. ഇത് നിങ്ങൾക്ക് ഒന്നും കൂടെ കിട്ടും. സോയ എന്താ? അത് ഉറങ്ങുക എന്നാണ് ഇതിന്റെ അർത്ഥം. ഇതോ ഉറങ്ങി. ഓക്കെ ആണല്ലോ. അടുത്തത് സോച്ച് എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. സോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? സംതിങ് എന്തോ ചിന്തിച്ചു എന്നാണ് സോച്ച്. ഇനി അടുത്തത് സോച്ച എന്ന് പറഞ്ഞാൽ ചിന്തിച്ചു. അതുപോലെ
ഇത് ഇത്രയും പിടി കിട്ടിയല്ലോ അല്ലേ? നിങ്ങൾക്ക് ഇനി വേറൊരു സംഭവം കൂടെ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഇപ്പം ഞാൻ ടെൻസുകളൊന്നും തന്നെ എടുത്തിട്ടില്ല. ടെൻസുകൾ എടുത്തതിന് ശേഷം പറഞ്ഞാലാണ് ഒന്നും കൂടെ പിടി കിട്ടുക. എന്നാലും ഒന്നും കൂടെ ഞാൻ പറഞ്ഞു പോകാം എന്ന് മാത്രം. നിങ്ങൾക്കറിയാം കരൂങ്ക എന്ന് പറഞ്ഞാൽ വിൽ ഡു എന്നാണ്. അതായത് ഫ്യൂച്ചർ ടെൻസ് ആണ് കരൂങ്ക. ഖാവൂങ്ക, ഖാവൂങ്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൽ ഈറ്റ് എന്നാണ്. അപ്പം ഇത് രണ്ടും ഫ്യൂച്ചർ ടെൻസിലുള്ളതാണ് കേട്ടോ. അപ്പോൾ ഊങ്ക കണ്ടല്ലോ, ആ ഒരു രീതിയിൽ ഊങ്ക എന്ന് വന്നു കഴിഞ്ഞാൽ ഫ്യൂച്ചർ ടെൻസിലാണ്. അത് നിങ്ങൾക്ക് ഒന്നും കൂടെ ഞാൻ കൃത്യമായി പറഞ്ഞു തരും. എപ്പോൾ നമ്മൾ പുതിയൊരു ക്ലാസ് എടുക്കുന്നുണ്ട് ടെൻസിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട്. അപ്പം ഞാൻ ഒന്നും കൂടെ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്കത് പറഞ്ഞു തരുന്നതായിരിക്കും. സോ നിങ്ങൾ ഇപ്പോൾ ഇത് ഇത്രയും ജസ്റ്റ് ഇങ്ങനെയാണ് എന്നൊന്ന് തൽക്കാലത്തേക്ക് പഠിച്ചു വെച്ചാൽ മതി. ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ട് അതൊരു ടെൻസിൻ്റെ ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് നന്നായി മനസ്സിലാവും. ഇത് നമ്മൾ ക്രിയകളുടെ ക്ലാസ് മാത്രമാണ് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ എക്സാമ്പിൾസ്, അതായത് സെൻറ്റൻസിൽ ഇതെങ്ങനെ വരുന്നു എന്ന് നമുക്കൊന്ന് ജസ്റ്റ് നോക്കി നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് 1-2 എക്സാമ്പിൾ നോക്കാം. അപ്പോൾ എക്സാമ്പിളിലേക്ക് കിടക്കാം. ഹംനെ പ്രാർത്ഥന കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഞങ്ങൾ പ്രാർത്ഥിച്ചു എന്നാ. ഓക്കെ ആണല്ലോ. അടുത്തത് മെഹ്മാൻ നെ ചായ് പി എന്ന് പറഞ്ഞാൽ എന്താ? മെഹ്മാൻ എന്ന് പറഞ്ഞാൽ അതിഥി എന്നാട്ടോ. ഗസ്റ്റ് ചായ കുടിച്ചു. ഓക്കെ ആണല്ലോ. ഉനോനെ പുസ്തക ലി, അവർ പുസ്തകം മേടിച്ചു. രാജീവ് ने अपनी पुस्तक मुझे दी എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം വരുന്നത്? രാജീവ് തൻ്റെ പുസ്തകം എനിക്ക് തന്നു. ഇനി तुमने 8 बजे, आज വേണ്ട 8 ആക്കാം, 8 बजे नाश्ता किया എന്ന് പറഞ്ഞാൽ എന്താണോ? ഞാൻ 8 എന്ന് പറഞ്ഞ 8, ബജെ എന്ന് പറഞ്ഞ മണിക്ക്, നാഷ്ത എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ്, പ്രാതൽ. നഷ്ത എന്ന് പറഞ്ഞ പ്രാതൽ, അതായത് ബ്രേക്ക്ഫാസ്റ്റ്. പ്രാതൽ കഴിച്ചു. ഏക്ക് ഒരു ബസ് അപകടം ഉണ്ടായി. ഇപ്പോൾ ഞാനിവിടെ കുറച്ച് സെൻറ്റൻസും അതിൻ്റെ മീനിങ് ആയിട്ട് കുറച്ച് എഴുതിയല്ലോ. ഇനി ഇതാ നിങ്ങൾ നോക്കുക, എന്തൊക്കെ സംഭവങ്ങളിലാണ് മിസ്റ്റേക്ക് ഞാൻ വരുത്തിയിട്ടുള്ളത്. അത് നിങ്ങൾ ക്ലിയർ ആക്കുക. എല്ലാത്തിലും മിസ്റ്റേക്ക് വരുത്തിയിട്ടില്ല കേട്ടോ, ചിലതിന് മാത്രം. അപ്പോൾ അത് നിങ്ങളൊന്ന് ക്ലിയർ ചെയ്യാനായിട്ട് നിങ്ങൾ നോക്കുക. നിങ്ങളത് നന്നായി പഠിച്ചിട്ട് നിങ്ങളൊന്നും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇവിടെ കുടിച്ചു, എടുത്തു,
തന്നു, കഴിച്ചു, ഉണ്ടായി. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശമൊക്കെ ഒന്ന് പിടികിട്ടിയിട്ടുണ്ടാവും അല്ലേ? ഈ ആദ്യത്തേത് നിങ്ങൾക്ക് ഒഴിവാക്കാം കേട്ടോ. കാരണം അതൊരു കറക്റ്റ് ഓർഡേർഡ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് നിങ്ങൾക്ക് അത് മാത്രം നിങ്ങൾക്ക് ഒഴിവാക്കാം. ബാക്കിയെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് കിട്ടേണ്ടതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏകദേശമൊക്കെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാകും. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് കമൻറ്റ് സെക്ഷനിലൂടെ ചോദിക്കുന്നതായിരിക്കും. എല്ലാവർക്കും തന്നെ റിപ്ലൈ തരുന്നതായിരിക്കും, കുറച്ച് വൈകിട്ടാണെങ്കിലും. സോ താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. ക്ലാസ്സുകൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ക്ലാസ്സുകൾ ഉടനെ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നിങ്ങളുടെ ഇനി എന്തെങ്കിലും ക്ലാസ്സുകൾക്ക് എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിലോ എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിലോ അത് നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കാവുന്നതാണ്. സോ താങ്ക് യു ഓൾ, താങ്ക് യു വെരി മച്ച്. നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് തീർച്ചയായിട്ടും കണ്ടുമുട്ടാം. സോ താങ്ക് യു.